എന്ന് പറഞ്ഞു നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കഞ്ഞിയിൽ പാർട്ടിയിടുന്ന 1200, 1300, 1400 ഒക്കെ വാങ്ങുന്ന കോർഡിനേറ്റർമാര് നമുക്കതിന്റെ നേർ പകുതിയിലും താഴെയാണ് നമുക്ക് തരുന്നത്. നമുക്ക് ശമ്പളം തരുമ്പോൾ TA തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോർഡിനേറ്റർക്കും ബാറ്റ കൊടുക്കുന്നുണ്ട്. ഒരു 50 പേരെ കൊടുത്ത 5000 രൂപ അപ്പം തന്നെ ആ കോർഡിനേറ്റർക്ക് ബാറ്റയുണ്ട്. അതുപോലെ നമുക്ക് തരുന്ന TA ഉണ്ട്. ഇന്ന് വരെ ആരെങ്കിലും TA വാങ്ങിച്ച ആരെങ്കിലും ഈ സപ്പോർട്ടിംഗ് ആർട്സ് നമ്മുടെ കൊടുത്തിട്ടുണ്ടോ? അത് നമുക്ക് അവകാശപ്പെട്ടത്, അത് നമ്മൾ ചോദിച്ചു വാങ്ങണം. അതിന് തക്കതായിട്ടുള്ള സാവയുടെ നല്ല പ്രവർത്തകര് തിരുവനന്തപുരത്ത് വന്നിട്ട് രഞ്ജിത്തടക്കമുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ റെഡിയാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഞങ്ങൾ, കോഴിക്കോട്, കണ്ണൂർ, മാഡം, കാസർഗോഡ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇനി ഇത് പറ്റില്ല. നമ്മൾ ഈ 500 400 50 രൂപ കാലത്ത് അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. ഈ വോൾഗാട്ടി പാലസിൽ വർഷങ്ങൾ, ഒരു 10-30 വർഷം മുമ്പ് ചെറിയ വേഷമാണ്. അന്ന് ഇതുപോലെ ചാനലുകളും കാര്യങ്ങളൊന്നും വരുന്നതിന് മുമ്പ് ചെറിയ വേഷമാണെങ്കിലും 50 എന്നാണ് പറഞ്ഞത്. എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 100 കണക്കിന് വേഷങ്ങൾ അഭിനയിക്കാൻ ചെറുതും വലുതുമായ വേഷങ്ങൾ സംവിധായകർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസർ നമ്മളെ അവമാനിക്കുന്നത്, കാരണം നമ്മുടെയൊക്കെ പേരുകൾ എഴുതി കാണിക്കാൻ തക്ക വാല്യൂ നമുക്ക് തന്ന കുറെ സംവിധായകരും നിർമ്മാതാക്കളുണ്ട്. അവരെ വില കുറച്ച് കാണിക്കുന്നില്ല. സമരം നമ്മുടെ മാത്രമല്ല, ഇവരും സമരം ചെയ്ത് ശമ്പളം കുറയ്ക്കാൻ. നമ്മൾ പറയുന്നത് നമുക്കുള്ള ശമ്പളം. പ്രൊഡ്യൂസർമാരെന്താ പറയുന്നത്? നിങ്ങളുടെ ശമ്പളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആർക്കാ കൊടുക്കുന്നത്? കോർഡിനേറ്റർക്ക്. നമുക്ക് കോർഡിനേറ്റർക്ക് അല്ല കൊടുക്കേണ്ടത്. കോർഡിനേറ്റർ മാത്രം ജീവിച്ചാൽ പോരാ. കോർഡിനേറ്റർ 16 ലക്ഷത്തിന്റെയോ 17 ലക്ഷത്തിന്റെ കാർ എടുത്തോട്ടെ, പക്ഷെ നമ്മളെ പറ്റിച്ചിട്ട് വേണ്ട. ഫ്ലാറ്റ് വാങ്ങുന്നവരുണ്ട്. എല്ലാവർക്കും കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാം. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ വിശദീകരണമായിട്ട് പോകുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് തരുന്ന ശമ്പളം വേണ്ടേ? നമുക്ക് തരുന്ന നമുക്ക് വേണം. അതിന് നമ്മൾ ചോദിക്കണ്ടേ? ചോദിക്കാതെ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ആദ്യത്തെ പോരാട്ടമായിരുന്നു. ഇത് ഇവർ അറിഞ്ഞിട്ടുണ്ട്. ഇവരും സമരം ചെയ്തല്ലോ. അമ്മയെ ചെന്ന് ശമ്പളം കുറച്ച് തരണം. വലിയ വലിയ സൂപ്പർ താരങ്ങളൊക്കെ ശമ്പളം കുറയ്ക്കാൻ പറയും. നമ്മൾ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് തിരിച്ചു തരണം. പ്രൊഡ്യൂസർമാർ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിൽ വിവേചനം ഞങ്ങൾ കാണിക്കാറില്ല. പക്ഷെ കാണിക്കുന്നത് എന്നാ? കാണിക്കുന്നത് ഗ്രേവി മാത്രം കൊടുത്ത് ഒപ്പിക്കുന്ന പരിപാടി ഉണ്ടില്ലേ? സമരം ഷൂട്ടിംഗ് നിന്ന് പോയിട്ട് ഒരു മമ്മൂട്ടി ചിത്രം വരെ ഉണ്ട്. സ്ത്രീകൾക്ക് റൂമും ലൊക്കേഷനിൽ നടക്കുന്ന നിരവധിയായിട്ടുള്ള അവഹേളനങ്ങള്, ലൊക്കേഷൻ ശരിയല്ലേ? ലൊക്കേഷനിൽ നടക്കുന്ന നിരവധിയായ അവഹേളനങ്ങൾക്കെതിരെയാണ്. മാത്രമല്ല ഇവിടെ പലരും പറയാം, നമ്മൾ തമിഴിലെ, തെലുങ്കിലെ, കന്നഡയിലൊക്കെ പോയ കുറെ ആളുകളുണ്ടാവും. അവിടെ 800 പേരുണ്ട്. 800 കസേര കൊടുക്കും, ഇരിപ്പിടം കൊടുക്കും. ഇരിപ്പിടം എന്നുള്ളത് അവകാശമാണ്, സർക്കാർ അംഗീകരിച്ച അവകാശമാണ്. നമുക്ക് കരാറുണ്ട്, കസേര ഉണ്ടെങ്കിൽ. മാത്രമല്ല മാന്യമായ വേതനം കിട്ടുന്നുണ്ട്. മാത്രം നമ്മുടെ കേരളത്തിൽ സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ് നമുക്കൊരു ഇരിപ്പിടമില്ലാത്ത, ഇനി ഭക്ഷണത്തിന് 3-4 ക്യൂ ഉള്ള കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് നോൺ വെജ് ഒക്കെ കൊടുത്തേക്കും അപ്പുറം ചെന്ന് വെജിറ്റേറിയന്റെ നമുക്ക് ഈ കൈ കഴുകാൻ ഒന്നിച്ചാ ചെല്ലുന്നേ. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ ചിക്കന് അത് ഇതൊക്കെ കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ അപ്പുറം നിർത്തിയാണ് കൊടുക്കണമെങ്കിൽ ഈ ഇതിന്റെ മണം അടിക്കുന്ന ഇവിടെ ഈ ഇത് വെക്കരുത്. ഏത് കൈ കഴുകാനുള്ള പാത്രം, കൈ കഴുകാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന നിർത്തി വെക്കുക. അപ്പൊ 3-4 പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വിവേചനമില്ല, നിങ്ങളെയൊക്കെ ആർട്ടിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. എമ്പുരാന്റെ ലൊക്കേഷനും പൃഥ്വിരാജ് പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ സപ്പോർട്ടിംഗ് ജൂനിയറും അല്ല, നിങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളാണെന്ന്. ഇല്ല, നമുക്ക് അഭിമാനം നമുക്ക് പറയാൻ പറ്റില്ലേ? നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ്. നിരവധി വേഷങ്ങളില് പേരെഴുതി കാണിക്കാൻ തക്ക ഭാഗ്യമുണ്ടായ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ കൂടെ ഉണ്ട്, ഇല്ലേ? ഏതാണ് ഞാൻ പറയട്ടെ, നമ്മളിപ്പോ കടന്നു വന്നപ്പോ നല്ല വഴിയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ പോന്നു. നമ്മുടെ പൂർവികന്മാര് കഷ്ടപ്പെട്ട് റെഡിയാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചത്. അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന കാലം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി, കുറെ പേര് കഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്നത് ഇനി വരുന്ന ഒരു പാർട്ടിക്ക് കൃത്യമായ വേതനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഏത് രംഗത്തും മിനിമം വേതനം ഉണ്ടോ? ഏത് രംഗത്തും മിനിമം വേതനം സമരത്തിലൂടെ നേടിയെടുത്ത ചരിത്രം ഉള്ളത്. ഇത് നമ്മൾ തുടക്കിയിട്ടേക്കുക. നമ്മൾ തുടക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഉറപ്പ് നമുക്ക് ശമ്പളം കിട്ടും. നമ്മൾ അമ്പലനടയില് ഒരു നമ്മുടെ ഒരു സ്റ്റാഫ് ഇരട്ടകളാണ് എന്നോട് സംസാരിച്ചു. സാവും ബാവും, അറിയാതെ പേരങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ അല്ലെ? സാവും ബാവും. അതിൽ ഒരാൾ കടിഞ്ചായ രാവിലെ ഒന്ന് കുടിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ബൗൺസർമാരെന്ന് പേര് അവകാശപ്പെടുന്ന വ്യക്തികളെ ഇവരെ മർദ്ദിച്ചു, ക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നിട്ട് അയാളെ പയ്യെ മാറ്റി, അല്ലേ? അവരെ വ്യക്തിപരമായിട്ട് അറിയുന്നവരുടെ ഉണ്ട്. ഇതിൽ അദ്ദേഹം ദൃശ്യമല്ല, തുടരുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പൊ പറഞ്ഞു ആ കക്ഷി ഞാനാണെന്ന് പറഞ്ഞു. ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി 1.5 ലക്ഷത്തിന് സെറ്റ് ചെയ്തു കേട്ടു. 1.5 ലക്ഷത്തിന് പക്ഷെ 15,000 രൂപ കിട്ടേ കിട്ടിയിട്ടുള്ളൂ. 1.5 ലക്ഷത്തിന് സെറ്റ് ചെയ്തു. അതുപോലെ അടികൊള്ളാൻ നമ്മൾ പോകുന്ന ആൾക്കാരല്ലാട്ടോ. അടികൊള്ളേണ്ട നമുക്ക് യാതൊരു ആവശ്യമില്ല. അഭിനയത്തിൽ അടിയില്ല, അഭിനയത്തിൽ ഇതുള്ളൂ, ആക്ഷൻ ഉള്ളൂ, ഇവിടം വരെ വരും. അതിനപ്പുറത്തേക്കില്ല. ക്യാമറ ട്രിക്കോ എന്ത്